എത്ര കാത്തു നിന്നിട്ടും എണീക്കണതും കാണാനില്ല. അപ്പം അങ്ങനെ ഭൃഗുമഹർഷി കുറേ നേരം കാത്തു നിന്നു, ഭഗവാൻ എണീക്കണത് കാണുന്നില്ല എന്ന് കണ്ട സമയത്ത് പിന്നെ ഭൃഗുമഹർഷിക്ക് ക്ഷമ നഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. ഭൃഗുമഹർഷി ഭഗവാന്റെ നെഞ്ഞത്ത് ഒരു ചവിട്ടങ്ങട് വെച്ചു കൊടുത്തു എന്നാണ് പറയണത്. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 71-ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാൻ കേശി, വ്യോമാസുരൻ എന്ന് പറയുന്ന 2 അസുരന്മാരെ വധിച്ച കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ദശകത്തെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നെൻ. വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നെൻ. ഓം ജനകായ നമ, ഓം ജനയിത്രേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം, കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. കഴിഞ്ഞ ദശകം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, ഭഗവാൻ അരിഷ്ടൻ എന്ന് പറയുന്ന അസുരൻ, കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരനെ ഭഗവാൻ വധിച്ച കഥയാണ് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞത്. ഈ ദശകത്തിൽ ഈ കഥ കേട്ടിട്ട് അല്ലേ, ഓരോ അസുരന്മാരും കംസഭൃത്യന്മാർ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണുണ്ട്, അവരെയൊക്കെ ഭഗവാൻ വധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ, ആരും തിരിച്ചു വരണില്ല. കംസൻ്റെ ആ മധുരയ്ക്ക് തിരിച്ചു വരണില്ല. കംസൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടാണ് പോണത്, പക്ഷെ ആരും തിരിച്ചു വരണില്ല. അപ്പോൾ ഈ അസുരന്മാരായാലും ശരി, ആ ഭഗവത് അനുഗ്രഹം കാത്തു നിൽക്കണ ആ പാർഷദന്മാർ എന്നുള്ള അർത്ഥം വേണമെങ്കിൽ എടുക്കാം. ആ ഭഗവത് ഭക്തന്മാർ തന്നെയാണ് അല്ലേ. ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും സായുജ്യം കിട്ടണ അവർ തീർച്ചയായിട്ടും അത്രയും സുകൃതം ചെയ്ത ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ ഓരോ അസുരന്മാരും ഇങ്ങനെ പോകുന്നുണ്ട്, ഭഗവാന്റെ കൈകൊണ്ട് വധം സംഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞ ആ ഒരു അവസ്ഥയിൽ കേശി എന്ന് പറയണ ഒരു അസുരൻ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. എല്ലാവരെയും ഉപദ്രവിച്ചും കൊണ്ട്, സജ്ജനങ്ങളെയൊക്കെ ദ്വേഷിച്ചും കൊണ്ട്, അവരെയൊക്കെ ഉപദ്രവിച്ചും കൊണ്ട്, അങ്ങനെ ആ ഒരു കംസൻ്റെ തന്നെ ഭൃത്യനായും കൊണ്ട്, ഇഷ്ടജനമായും കൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു അസുരനായിരുന്നു കേശി. അപ്പോൾ സിന്ധു എന്ന പ്രദേശത്ത് ജനിച്ച ആൾക്കാരോടാണോ ഭഗവാന് കൂടുതൽ കമ്പം എന്നുള്ള അർത്ഥത്തിൽ സിന്ധു പ്രദേശത്ത് പോയി ജനിച്ച ഒരു കുതിരയുടെ രൂപത്തിൽ വന്ന് ആ ഭഗവാന്റെ നേർക്ക് വന്ന അസുരൻ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. എന്തായാലും അങ്ങനെയുള്ള ആ അസുരൻ കേശി ഈ പറഞ്ഞ പോലെ ആ കുതിരയുടെ സ്വരൂപം സ്വീകരിച്ചും കൊണ്ട് ആ ഗോകുലത്തേക്ക് വന്നു. ഗോകുലത്തിൽ വന്നിട്ട് ഭഗവാനെ തെരഞ്ഞു നടക്കുകയാണ്. പക്ഷെ ഭഗവാനെ കാണുന്നതിന് മുൻപ് ആ തെരഞ്ഞു നടക്കുന്നതിൽ ആ ഗോകുലം, വൃന്ദാവന പ്രദേശം മുഴുവൻ അവിടെ കാണുന്ന ഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചും കൊണ്ട്, അവിടെയുള്ള ആൾക്കാരെയൊക്കെ അത് ഉപദ്രവിച്ചും കൊണ്ട്, അങ്ങനെ ആ ലോകത്തിനെല്ലാം ഭയങ്കരനായും കൊണ്ട് അങ്ങനെ കേശി വന്ന സമയത്ത് ആ ഭഗവാന്റെ നേർക്കാണ്, ഭഗവാനെ തെരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്തായാലും ഭഗവാനും തീരുമാനിച്ചു, അങ്ങനെ തൻ്റെ ആ ഇഷ്ടജനങ്ങളെ, വൃന്ദാവനവാസികളെ ഉപദ്രവിക്കണ ഒരു അസുരൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഭഗവാനും അതെ, എന്നാൽ പിന്നെ താമസം വേണ്ട എന്നുള്ള മട്ടിൽ ഭഗവാൻ അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും കേശി ഭഗവാനെ കാണുന്നു. ഭഗവാന്റെ നേർക്ക് കുതിച്ചു ചാടി ഭഗവാന്റെ നെഞ്ഞത്തേക്ക് ചവിട്ടാൻ പാകത്തിന് തൻ്റെ കാല് അങ്ങനെ ഓടി ഓടി വന്നുകൊണ്ട് കാല് തൻ്റെ ആ ഭഗവാന്റെ നെഞ്ഞിൽ അങ്ങനെ അങ്ങോട്ട് ചവിട്ടിയിട്ട് ഭഗവാനെ വധിക്കാം എന്ന് കരുതിയും കൊണ്ടാണ്
പുറപ്പെട്ടതെന്ന് പറയുകയാണ്. ഇവിടെ മേൽപ്പത്തൂർ പറയണു, ഒരു പക്ഷേ ഭൃഗു മഹർഷി ഭഗവാനെ ചവിട്ടിയ കഥ കേട്ടിട്ട് തനിക്കും പറ്റും എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാരായണീയത്തിൽ തന്നെ 89ാമത്തെ ദശകത്തിൽ, ഈ ഭാഗവതത്തിലാണെങ്കിൽ ദശമത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന കഥയാണത്. ആർക്കാണ് ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്ഷമ എന്ന് പരീക്ഷിക്കാൻ ഭൃഗു മഹർഷി പുറപ്പെട്ടു. ആ പരീക്ഷണത്തിൽ ചെന്നപ്പോൾ ബ്രഹ്മദേവൻ്റെ അടുത്തായാലും ശരി, ശങ്കരൻ്റെ അടുത്തായാലും ശരി, രണ്ട് സ്ഥലത്തും അവർക്ക് ക്രോധം വന്നു. അവരെ ആദരിക്കണില്ല, മാനിക്കണില്ല മഹർഷി എന്ന് കണ്ടപ്പോഴേക്കും ക്രോധം വന്നു. ഭഗവാനാവട്ടെ വൈകുണ്ഠത്തിൽ അപ്പോൾ ഉറങ്ങണ സമയമായിരുന്നു, നിദ്രയിലായിരുന്നു. അപ്പോൾ ഭഗവാൻ എത്ര കാത്തു നിന്നിട്ടും എണീക്കണതും കാണാനില്ല. അപ്പോൾ അങ്ങനെ ഭൃഗു മഹർഷി കുറേ നേരം കാത്തു നിന്നു, ഭഗവാൻ എണീക്കണത് കാണുന്നില്ല എന്ന് കണ്ട സമയത്ത് പിന്നെ ഭൃഗു മഹർഷിക്ക് ക്ഷമ നഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. ഭൃഗു മഹർഷി ഭഗവാന്റെ നെഞ്ഞത്ത് ഒരു ചവിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് ചവിട്ടലും ഭൃഗു മഹർഷിക്ക് പെട്ടെന്ന് അപരാധം മനസ്സിലായി. പക്ഷെ ഭഗവാൻ അപ്പോഴേക്കും ഉണരലും കഴിഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് ഉണരുമ്പോഴേക്കും തൻ്റെ കഥ കഴിയും എന്ന് വിചാരിച്ചിരുന്നതാണ്. ആരെയാണ് ചവിട്ടിയത് അല്ലേ? സാക്ഷാൽ ജഗദീശ്വരനെയാണ് ചവിട്ടിയത്. പക്ഷേ ഭഗവാൻ ഉണർന്നും കൊണ്ട് ഭൃഗു മഹർഷിയുടെ കാല് തടവിയും കൊണ്ട് ചോദിച്ചു അത്രേ, മഹർഷേ അങ്ങയുടെ കാല് വേദനിച്ചോ എന്ന് ചോദിച്ചു എന്നാണ്. അങ്ങനെ ആ ഭൃഗു മഹർഷി ചവിട്ടിയ പാടാണ് ശ്രീവത്സം എന്നാണ് പറയാറ്. അപ്പോൾ ആ കഥ കേട്ടിട്ട് തനിക്കുമായിക്കൂടെ ഭഗവാന്റെ നെഞ്ഞത്തേക്ക് ഒരു ചവിട്ടെന്നുള്ള പാകത്തിനാണോ ആ കേശി ചവിട്ടിയതെന്ന് അറിയില്ല, മേൽപ്പത്തൂർ ഇവിടെ പറയണു. എന്തായാലും ആ ചവിട്ടാൻ പുറപ്പെട്ട കേശിയെ ചവിട്ടാൻ സമ്മതിക്കണില്ല. അപ്പോഴേക്കും അവിടുന്ന് മാറിയും കൊണ്ട് ആ കേശിയുടെ കാലുകൾ പിടിച്ചും കൊണ്ട് ആ കേശിയെ മുഴുവൻ ആ എടുത്തും കൊണ്ട് അങ്ങോട്ട് ചുഴറ്റിയിട്ട് ഭഗവാൻ വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ വലിച്ചെറിഞ്ഞ സമയത്തും കേശി മരിച്ചിട്ടില്ല. കേശി വീണ്ടും അതിക്രോധത്തോടു കൂടി വീണ്ടും തൻ്റെ നേർക്ക് വരികയാണ്. എന്തായാലും ഇവനെ വധിക്കേണ്ട സമയമായി, നിഗ്രഹിക്കേണ്ട സമയമായി. ഇനി ഇവന് മോക്ഷം കൊടുക്കാം എന്നുള്ള പാകത്തിൽ ഭഗവാൻ തൻ്റെ കയ്യ് ആ കേശിയുടെ മുഖത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് വായേൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി ആ ശ്വാസവായു അവിടെ തടസ്സപ്പെടുത്തിയിട്ട് അങ്ങനെ മർദ്ദിച്ചും കൊണ്ട് കേശി അവിടെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കേശിയെ വധിച്ച സമയത്ത് ആ ദേവന്മാരെല്ലാവരും അവർക്കൊക്കെ സന്തോഷമായി. സാധാരണ അശ്വമേധയാഗം എന്ന് പറയുന്നത് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേറൊരു ശൈലിയിലാണ് രാജാക്കന്മാരെ ചെയ്യാറുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ പുതിയൊരു രീതിയിൽ, പുതിയൊരു ക്രിയയോടുകൂടി അശ്വമേധം നടത്തിയ ഭഗവാനെ, കേശിയെ വധിച്ച കേശവനെ അവിടെ ഗംഭീരമായിട്ട് സ്തുതിക്കുന്നു ദേവന്മാർ. ഈ സമയത്താണ് നാരദ മഹർഷി ആ കംസൻ്റെ അടുത്ത് ചെന്ന് പറയണതെന്ന് പറയുന്നു. കേശിവധത്തിന് ശേഷമാണ് ശൂരസേന പുത്രനായ വസുദേവരുടെ പുത്രൻ തന്നെയാണ് ഈ കൃഷ്ണൻ എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇതുവരെ ഉറപ്പുണ്ടായിരുന്നില്ല. ആ ഗോകുലത്തേക്ക് അയക്കണ അല്ലെങ്കിൽ വൃന്ദാവനത്തേക്ക് അയക്കണ അസുരന്മാർ വധിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഈ കംസൻ അറിയണുള്ളൂ. ആരാണ്, ആരുടെ കയ്യാലാണ്, തൻ്റെ അന്തകൻ്റെ കൈകൊണ്ട് തന്നെയാണോ എന്നൊക്കെയുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദാ നാരദ മഹർഷി വന്ന് പറയണു, ആ വൃന്ദാവനത്തിലുള്ള കൃഷ്ണൻ എന്ന ബാലൻ ശരിക്കും ഈ വസുദേവരുടെ പുത്രൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയണ സമയത്താണ് ഇനി നമുക്കറിയാം അക്രൂരരെ അയച്ച് ഈ രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കഥയൊക്കെ ഇനി അടുത്ത അധ്യായങ്ങളിൽ വരാൻ പോണത്. എന്തായാലും ഈ വിവരം അറിയലും കംസൻ അതിക്രോധത്തോടു കൂടി വസുദേവരെ അവിടെ വധിക്കാൻ പുറപ്പെടുമ്പോൾ അതിനെ തടയണു നാരദ മഹർഷി. അതിനുശേഷം ഇവിടെ വന്നിട്ട് ആ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യണം. അപ്പോൾ കേശി വധത്തിന് ശേഷമാണ് ഇവിടെ നാരദർ വന്നിട്ട് ഭഗവാനെ കാണുന്നതും സ്തുതിക്കുന്നതും എന്ന് സൂചിപ്പിക്കുന്നു ഭാഗവതത്തിൽ. അതിനുശേഷം പറയണു, ഇതേപോലെ മറ്റൊരസുരൻ, വ്യോമാസുരൻ എന്ന് പറയുന്ന അസുരൻ, മയൻ്റെ പുത്രനാണ് എന്ന് പറയുന്നുണ്ട്, മായാവിയാണ്. ഈ വ്യോമാസുരൻ എന്താ ചെയ്തത്? ഇവിടെ കുട്ടികൾ കളിക്കുകയാണ്, ഗോപന്മാർ കുട്ടികൾ, കൃഷ്ണനും രാമനും എല്ലാവരും കൂടി കളിക്കുകയാണ്. എന്താണ്, ചിലർ കള്ളന്മാരാവണുണ്ട്, ചിലർ ആട് മേയ്ക്കണ ആ ഇടയന്മാരാണ്, ചിലർ കാവൽക്കാരാണ്. അപ്പോൾ ആടിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാരാണ് ചില കുട്ടികൾ. അങ്ങനെ ഒരു കളി കളിക്കുകയാണ്. ആ കളിക്കുന്ന സമയത്ത് ആ കള്ളന്മാരുടെ വേഷം കെട്ടിയിട്ടുള്ള വേഷം സ്വീകരിച്ചും കൊണ്ട് വ്യോമാസുരൻ ഇതേപോലെ ഒരു ഗോപബാലനായും കൊണ്ട് അവരുടെ കൂടെ കൂടി എന്നിട്ട് മോഷ്ടിക്കുകയും ചെയ്തു എന്നാ. ആട്ടുംകുട്ടികളായിട്ടുള്ള ഗോപന്മാരെ അല്ല മോഷ്ടിച്ചത്, അവിടെ ഉണ്ടായിരുന്ന ഗോപകുമാരന്മാരെ എല്ലാവരെയും അതേപോലെ പശുക്കുട്ടികളെയും എല്ലാവരെയും മോഷ്ടിച്ച് ഒരു ഗുഹയുടെ ഉള്ളിൽ കൊണ്ടേ അവിടെ കിടത്തിയും കൊണ്ട് ആ ഗുഹ അടച്ച് അവരെ വധിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ, അവരെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തിച്ചപ്പോഴേക്കും ഭഗവാൻ മനസ്സിലാക്കി. വീണ്ടും തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നു എന്ന് കാണുമ്പോഴേക്കും ആ വ്യോമാസുരനെ അവിടെ വധിക്കണു. എന്നിട്ട് ആ ഭഗവാൻ ആ ഗോപന്മാരെ എല്ലാവരെയും രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം അനേകം അത്ഭുത ലീലകൾ അല്ലേ, ഓരോ ആ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ രീതിയിലുള്ള അത്ഭുത ലീലകളോടുകൂടി ആ വൃന്ദാവനവാസികൾക്ക് എല്ലാവർക്കും ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും.
ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിച്ച സമയത്ത് കാട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള അസുരന്മാരുടെ നേർക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവരെ വധിക്കുക ചെയ്തിരുന്നത്. കൃഷ്ണനായി വന്നപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അല്ല, ഒക്കെ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? ഓരോരുത്തരായിട്ട് പൂതന മുതൽ തുടങ്ങിയതാണ്. ദാ ഇപ്പോൾ ഈ കേശി വ്യോമാസുരനോടുകൂടി ഇവരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടാണ്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരുംതോറും ഭഗവാൻ മോക്ഷം കൊടുക്കണം. ഇപ്പോഴും അത് തന്നെയാണല്ലോ. ഗുരുവായൂർക്ക് ചെന്ന് നമ്മൾ ആ ഭഗവാനെ ആരാധിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രസാദിക്കണു, ഭഗവാൻ മോക്ഷം കൊടുക്കണം. അപ്പോൾ അതേ അർത്ഥത്തിൽ ഇവിടെ കൃഷ്ണാവതാര സ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ നേർക്ക് വരുന്ന എല്ലാവരെയും അതേ അനുഗ്രഹിച്ചും കൊണ്ട് എന്താ അദ്വേഷഭാവത്തിൽ ഉപദ്രവിക്കേണ്ട ആ ഭാവത്തിൽ ആ ദാനവന്മാരും അസുരന്മാരുമായിട്ടാണ് വരണമെച്ചാൽ അവർക്ക് വേണ്ട രീതിയിൽ നിഗ്രഹ രൂപത്തിലുള്ള അനുഗ്രഹം കൊടുക്കണം. അല്ല ഗോപികമാർ ഗോപന്മാർ അവരെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് അനുഗ്രഹിക്കണം. എന്തായാലും ഇനി അധികം വൈകാതെ നമുക്ക് ഭഗവാന്റെ ആ വൃന്ദാവന ലീലകളെ പരിസമാപിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത അധ്യായങ്ങളോടുകൂടി ഭഗവാൻ മധുരയിലേക്ക് പുറപ്പെടും എന്ന് സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ ദശകവും അതെ തൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ, ഇത്രയും അത്ഭുത ലീലകൾ ആടണ ആ ഭഗവാൻ അടിയൻ്റെ രോഗങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് മേൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത്. നമുക്കും ഈ ദശകം ഭഗവാന്റെ കാൽക്കല ചൊല്ലി സമർപ്പിക്കാം. ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. യത്നേഷു സർവേഷ്വപി നാവകേശി കേശി സഭോജേഷി തുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈ നാദൈ സമുദ്വേജിത സർവലോക ഭവദ്വിലോകാവധിഗോപവാടീം പ്രമർദ്യ പാപ പുനരാപതത്വാം താർക്ഷ്യാർപ്പിതാഘ്രേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോപദാഘാത കഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത് പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ജലം ദ്രാഗ് അമും ച ചിക്ഷേപിഥ ദൂരദൂരം സ മൂർച്ഛിതോऽപി ഹ്യതിമൂർച്ഛിതേന ക്രോധോഷ്മണാഘാദിതുമാദ്രുതസ്ത്വാം ത്വം വാഹദണ്ഡേ കൃതധീശവാഹാദണ്ഡം ന്യഥാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗതാസു സപ്തീഭവന്നപ്യയമൈക്യമാഗാത് ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേനൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാ ത്വാം തുഷ്ടുവു കേശവ നാമധേയം कंसाय ते शौरिसुतत्वमुक्त्वा तं तद्वधोत्कं प्रतिरुध्य वाचा प्राप्तेन केशिक्षपणावसाने श्रीनारदेन त्वमभिष्टुतोऽभू कदापि गोपैः सह काननान्दे निलायनक्रीडनलोलुपं त्वां मयात्मजप्रापदुरन्दमायो व्योमाभिधो व्योमचरोपरोधी सचोरपालायितवल्लवेषु चोरायितो गोपशिशून् पशुंश गुहासु कृत्वापि दधे शिलाभि त्वया च बुद्ध्वा परिमर्दितोऽभूत् एवं विधैशाल्भुतकेलिभेदै आनन्दमूर्च्छामतुलां व्रजस्य पदे पदे नूतनयन्न सीमां परात्मरूपिन् पवनेशपाया. ഗുരുവായൂരപ്പ ശരണം.